ആകാശവാണി. നമസ്കാരം. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും പുരോഗതിയും കുടുംബത്തിന്റെ സന്തോഷവും സ്ത്രീകളുടെ ആരോഗ്യത്തിലും ആത്മവിശ്വാസത്തിലും അധിഷ്ഠിതമായിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാന് തുടക്കം കുറിച്ചത്. വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ശക്തിയും ആത്മവിശ്വാസവും നൽകുന്നത് ആരോഗ്യവതികളായ സ്ത്രീകളുടെ സാന്നിധ്യമാണെന്ന കാഴ്ചപ്പാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സ്ത്രീകളുടെ ജീവന് ഭീഷണിയായ രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിന് അനുയോജ്യമായ ചികിത്സ നൽകി രോഗമുക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രോഗബാധിതയായ അമ്മയെ ആശ്രയിച്ച് വളരുന്ന കുട്ടികൾക്കും സമൂഹത്തിനും അത് പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണശീലങ്ങൾ, വ്യായാമം, മാനസികാരോഗ്യം, സുരക്ഷിത മാതൃത്വം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകണം. രാഷ്ട്രപുരോഗതിയുടെ ചാലക ശക്തികളാണ് സ്ത്രീകളെന്ന് അഭിയാൻ ഉദ്ഘാടനം ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. हमारी नारी शक्ति राष्ट्र की प्रगति का मुख्य आधार है. हम सब देखते हैं घर में अगर मां ठीक रहती है तो पूरा घर ठीक रहता है. लेकिन साथियों, अगर मां बीमार हो जाए तो परिवार की सारी व्यवस्थाएं चरमरा जाती है. इसलिए स्वस्थ नारी सशक्त परिवार ये अभियान माताओं बहनों को समर्पित है, उन्हीं के उज्जवल भविष्य के लिए है. हमारा मकसद है एक भी महिला जानकारी या संसाधनों के अभाव में गंभीर बीमारी का शिकार न हो. ऐसी बहुत सारी बीमारियां होती हैं जो चुपचाप आती हैं और पता न चलने के कारण धीरे धीरे बहुत बड़ी बन जाती है. जीवन और मृत्यु का खेल शुरू हो जाता है. ऐसी बीमारियां जिनका महिलाओं में सबसे ज्यादा खतरा है, ऐसी बीमारियों को शुरुआती दौर में ही उसको पकड़ना बहुत जरूरी है. इसलिए इस अभियान के तहत बीपी हो, डायबिटीज हो, एनीमिया, टीबी हो या कैंसर जैसी भयंकर बीमारी की संभावना हो, इन सब की जांच की जाएगी. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 1 ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകൾ ഇതോടനുബന്ധിച്ച് അടുത്ത 2 ആഴ്ചയ്ക്കിടെ സംഘടിപ്പിക്കും. രാജ്യത്തെ സ്ത്രീകൾക്കായി ഈ സംരംഭം സമർപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിളർച്ച, ക്ഷയരോഗം, മറ്റു രോഗങ്ങൾ എന്നിവ തുടക്കത്തിലെ കണ്ടെത്തുന്നതിനും മാതൃശിശുക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഇതിലൂടെ സാധിക്കും. ക്യാമ്പിലെത്തുന്ന സ്ത്രീകൾക്ക് ചികിത്സയും മരുന്നും സൗജന്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. कि आप संकोच किए बिना इन कैंप में जाकर के जांच जरूर करवाएं. मेरी यही आपसे कहना है. इन स्वास्थ्य कैंपों में इन सारी जांचों के लिए कितनी ही महंगी क्यों न हो जांच, आपको एक नया पैसा नहीं देना पड़ेगा. कोई फीस नहीं होगी, जांच भी मुफ्त होगी. इतना ही नहीं, दवाई भी मुफ्त होगी. मैं फिर से एक बार देश भर की माताओं, बहनों, बेटियों को आह्वान करूंगा. आप हमेशा अपने घर परिवार की चिंता में लगी रहती है. थोड़ा समय अपने स्वास्थ्य के लिए भी जरा निकालिए. आप ज्यादा से ज्यादा संख्या में इन कैंपों में जाइए. लाखों कैंप लगने वाले हैं. आज भी 1 लाख कैंप के अंदर लोग अपनी जांच करवाना ऑलरेडी शुरू कर दिया है. अपने क्षेत्र की बाकी महिलाओं को भी आप ये जानकारी जरूरी पहुंचाइए. ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം സ്വയം പര്യാപ്തത നേടാൻ തൊഴിൽ ചെയ്യുകയും സാമൂഹിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവരുടെ ആരോഗ്യ സംരക്ഷണം അവഗണിക്കപ്പെടരുത്.
സ്ത്രീകൾ നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതികളും സ്ത്രീ ശാക്തീകരണ പരിപാടികളും കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള വലിയ ചുവടുവയ്പ്പുകളാണ്. 2015 സെപ്റ്റംബർ 20 വരെ അഭിയാൻ പ്രകാരം 2.83 ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകൾ നടന്നു. ഇതിൽ സ്തനാർബുദത്തിന് 9 ലക്ഷത്തിലധികം സ്ത്രീകളെയും സെർവിക്കൽ ക്യാൻസറിന് 4.7 ലക്ഷത്തിലധികം പേരെയും പരിശോധനയ്ക്ക് വിധേയമാക്കി. ഓറൽ ക്യാൻസർ സ്ക്രീനിംഗിൽ 16 ലക്ഷത്തിലധികം ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാതൃശിശു ആരോഗ്യം ലക്ഷ്യമിട്ട് 18 ലക്ഷത്തിലധികം പ്രസവപൂർവ്വ പരിശോധനകൾ നടത്തി. 51 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ജീവൻ രക്ഷിക്കാനുള്ള വാക്സിനുകൾ ലഭിച്ചു. വിളർച്ചയ്ക്കായി 15 ലക്ഷത്തിലധികം പേരെ പരിശോധിച്ചു. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ പോഷകാഹാര കൌൺസിലിംഗ് സെഷനുകൾ നടത്തി. 22 ലക്ഷത്തിലധികം പൌരന്മാരെ ടിബിക്കും 2.3 ലക്ഷത്തിലധികം പൌരന്മാരെ സിക്കിൾ സെൽ രോഗത്തിനും പരിശോധനയ്ക്ക് വിധേയമാക്കി. സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകി തങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ മുന്നോട്ട് വരണമെന്നും അതിനുള്ള മികച്ച അവസരമാണ് ഈ ക്യാമ്പുകളെന്നും തിരുവനന്തപുരം വെള്ളനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിജു ജി പറഞ്ഞു. വെള്ളനാട് നടത്തിയ ക്യാമ്പിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. This is mainly for women and children, and this is mainly to encourage. We have some inhibition or stigma for women to come to hospitals or explain their disease process and seek medical help. In that matter, we need to empower the women to express their needs, especially health needs. They have to reach a hospital. If not hospital, at least to arm centers where they will get adequate advice and emergency care and screening and all. And in this process, we are mobilizing maximum women in our panchayat to come to hospital or arm camp for prophylactic treatments, vaccinations, and for screening, mainly cancer screening. And we also take their blood samples for hemoglobin, and we assess their BP, sugar, and all for preventing, or if at all they are having the disease, we give treatment. In this context, government has decided to conduct specialty camps in hospitals, that is health centers, FHC and CHC. In Trivandrum, we have already conducted one camp at Venpagal CHC. In our experience, women are participating in good numbers. They are very much aware of this program. They are taking it wholeheartedly. They are utilizing the facilities, and they come to camps in a lot of numbers. They encourage their relative women or neighbors and all. And we also have immunization today, and regular routine immunization is also being conducted. We also conduct outreach immunization in arm and Anganwadis and all. The program is running in good way, and there is good participation from the community, especially women and children, and also from their family members. We hope this will give a good impact to the community, and women will have a good health coverage and screening purpose for cancer. ആശാവർക്കർമാരുടെ സഹായത്തോടെ ഓരോ വീടുകളിലും നേരിട്ടെത്തി സ്ത്രീകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. സ്ത്രീകൾ ക്യാമ്പുകളിലെത്തി പരിശോധനയ്ക്ക് വിധേയമാകാൻ സ്വയം തയ്യാറായി വരുന്നുണ്ടെന്ന് ആശാവർക്കർ ഇന്ദിര ഷാജി പറഞ്ഞു. പരിസരത്തുള്ള സ്ത്രീകളെ കൂട്ടിവരുത്തി അവരുടെ ഏരിയയിൽ വെച്ച് ക്യാമ്പയിൻ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇവിടെ വന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ അവരുടെ പരിശോധനയ്ക്ക് വേണ്ടി അവരെ ഇവിടെ വരുത്തുകയും ആ പരിശോധന ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ക്ഷയരോഗത്തിന് വേണ്ടി ഒരു പരിശോധന നടക്കുന്നുണ്ട്. സ്ത്രീകളുടെ സ്ഥല പരിശോധന, BP, ഷുഗർ, കൊളസ്ട്രോൾ, HB, ക്യാൻസർ എന്നിവയെ കുറിച്ചുള്ള രോഗം നിർണയമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് നമ്മൾ പറയാതെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ്. കഴിഞ്ഞ തീരെ ഇതുപോലെ ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഒരുപാട് സ്ത്രീകളിൽ നമ്മൾ സ്ഥാന പരിശോധന, ഗർഭാശയ മുഴകൾ കണ്ടുപിടിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ചികിത്സ നൽകി വരുന്നുണ്ട്. പരിശോധനയ്ക്കൊപ്പം മരുന്നും ചികിത്സയും സൗജന്യമായതുകൊണ്ട് തന്നെ ക്യാമ്പ് ഉപകാരപ്രദമായതായി ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തിയ ഷിഫാന പറഞ്ഞു. ഡോക്ടർമാരുടെ സംശയങ്ങൾ ചോദിച്ച് അവ ദൂരീകരിക്കാൻ സാധിച്ചതും ക്യാമ്പിന്റെ മികവായി ഷിഫാന പറഞ്ഞു. സ്ത്രീ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആശാ വർക്കറും നമ്മുടെ വാർഡിന്റെ തന്നെ JPH അറിയിച്ചതിന്റെ ഭാഗം കയ്യിലെ വിഭാഗത്തിൽ കളിക്കാനാണ് വന്നത്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത് ഈ ക്യാമ്പിൽ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് പല കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ കൊണ്ട് കാണിക്കാൻ പറ്റും, അറിയാൻ പറ്റാത്തതുമായ കാര്യങ്ങളും ഡൗട്ട്സും എല്ലാം നമുക്ക് ഇതിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ, എയിംസ്, NHM ആരോഗ്യ ക്യാമ്പുകൾ, മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയും ഈ ക്യാമ്പിൽ പങ്കാളികളാണ്. സ്ത്രീകൾ ആരോഗ്യവും വിദ്യാഭ്യാസവും നേടിയാൽ
കുടുംബം മാത്രമല്ല സമൂഹവും രാഷ്ട്രവും സശക്തവും സമൃദ്ധവുമാകും. സ്വസ്ഥ നാരി തന്നെയാണ് സശക്ത കുടുംബത്തിന്റെയും ശക്തമായ സമൂഹത്തിന്റെയും അടിത്തറയെന്നത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ. നിങ്ങൾ കേട്ടത് സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം കൃഷ്ണ പ്രകൃതി.